വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. BJP എംപിമാർ കൂടുന്നു, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ള മുന്നണി സംവിധാനം ഉപയോഗിക്കുന്നവരെ ചാക്കിട്ട് പിടിക്കാനും ദുർബലമാക്കാനും ശ്രമിക്കുന്നു എന്ന വാർത്തകൾ TV ചാനലുകളിലും അതുപോലെ തന്നെ മീഡിയകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത് അവരുടെ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ നീക്കങ്ങളാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമുള്ള BJPയുടെ ഏതാനും ചില എംപിമാർ വിമത നീക്കവുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ അവർ പറയുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ തീർച്ചയായും വിമത നീക്കം നടത്താൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന അറിയിപ്പുമായി വരികയാണ്. പക്ഷേ അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. തെലങ്കാനയിൽ പോലും BJPയുടെ 3 എംപിമാർ രേവന്ത് റെഡ്ഡിയുമായി അടുപ്പമുള്ളവരാണ്. അവരുടെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നവരാണ്. പക്ഷേ അവർ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് എളുപ്പത്തിൽ ചാടുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള അന്തരം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നുവെന്ന് വലിയ ഞെരിപിരി കൊള്ളുന്ന അമിത്ഷാ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള അന്തരം ഇത്രമേൽ കുറഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു 2019 സമ്പൂർണ്ണ വിജയം? അന്ന് 303 സീറ്റുകളാണ് BJP ഒറ്റയ്ക്ക് നേടിയെടുത്തത്. 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ BJPക്ക് കോൺഗ്രസിനേക്കാൾ 251 എംപിമാർ വർദ്ധിച്ചിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ലീഡായിരുന്നു അത്. അവിടെ നിന്നാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. കല്യാൺ ബാനർജി അതിനെ പരിഹസിച്ച് കളിയാക്കി. അതിനിപ്പോൾ മറുപടി പാർലമെന്റിലും പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ തൃണമൂൽ ഇപ്പോൾ ഇല്ലല്ലോ എന്ന ചോദ്യമാണ് ആരായുന്നത്. അതിലെ എംപിമാരിൽ പലരും BJPയിലേക്ക് എത്തുന്നതോടെ ബംഗാളിൽ നിന്നും BJPയുടെ ടാലി നിലവിലെ 11 നിന്നും BJPക്ക് 30ലേക്കോ 31ലേക്കോ ആക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവിടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. അതായത് BJPയുടെ ടാലി കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. 240 നിന്നും 260ലേക്ക് വർദ്ധിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ സേഫ് സോണുകളിൽ കോൺഗ്രസ് വെടിപൊട്ടിച്ചിരിക്കുകയാണ്. DK ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രിയായതോടെ അവിടെയുള്ള നിലവിലെ BJP എംപിമാരിൽ 5 പേർ കോൺഗ്രസിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കാരണം കോൺഗ്രസിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കി. കർണാടകയിലെ ഏത് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അത് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. HD കുമാരസ്വാമിയുടെ ജനതാദൾ സെക്യുലർ തവിടുപൊടിയായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന് അഡ്രസ്സുള്ള സ്റ്റേറ്റുകളിൽ, അവർ ഭരണത്തിലുള്ള സ്റ്റേറ്റുകളിൽ ഇനി BJPക്ക് രക്ഷയില്ല എന്ന് സാരം.